കേരളത്തിൽ മ്യൂസിയം സംസ്കാരം അത്രയൊന്നും വികസിച്ചിട്ടില്ല. ഒരു പക്ഷേ ഏറ്റവും പ്രൊഫഷണലായിട്ട് മ്യൂസിയം സംസ്കാരം വികസിക്കാൻ എല്ലാ വിധത്തിലുള്ള റിസോഴ്സസ് ഉള്ളൊരു സ്ഥലമാണ് കേരളം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫറും വലിയൊരു അളവോളം കലയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഒരാളുമായിട്ടുള്ള ഡോക്ടർ ഉണ്ണി പുളിക്കൽ, അദ്ദേഹത്തിൻ്റെ കളക്ഷൻ എല്ലാം ഒരുമിച്ചെടുത്തിട്ട് അത് പ്രത്യേകിച്ചും ക്രാഫ്റ്റ് ഓബ്ജക്ട്സ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, ട്രൈബൽ ഓബ്ജക്ട്സ്, കളക്റ്റിബിൾ ഐറ്റംസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫുകളുണ്ട്, ഇറോട്ടിക് ആയിട്ടുള്ളതും അത്തരം ആർട്ടിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് അദ്ദേഹം ഒരു ത്രെഡിൽ കോർത്തതാണിത്. ഈ ത്രെഡിൻ്റെ പ്രത്യേകത പ്രേമം അല്ലെങ്കിൽ സ്നേഹം, ഇത് രണ്ടും ആണ്. ഇത് രണ്ടും ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സ്നേഹത്തിൻ്റെ വലിയൊരു ക്യാൻവസ് ഉണ്ടല്ലോ കൺസെപ്ച്വലായിട്ട്, അതിന് ഉള്ള എല്ലാ സാധ്യതകളും ഇതിൽ തുറന്നിട്ടുണ്ട്. ഇതൊരു വെറും രതിശില്പങ്ങളുടെ സ്റ്റുഡിയോ അല്ലെങ്കിൽ മ്യൂസിയം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ഇറോട്ടിക്കായുടെ ഒരു മ്യൂസിയം ആണെന്നൊക്കെ ആളുകൾ ധരിച്ച് വശമായിട്ടുണ്ടാവാൻ ചിലപ്പോൾ. പക്ഷേ ഇതങ്ങനെയല്ല. കലാപരമായൊരു തത്വചിന്തയുടെ പരിസരത്തിൽ കടന്നു വരുമ്പോൾ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നതിന് വലിയൊരു ക്യാൻവസ് ലഭ്യമാകുന്നുണ്ട്. അത് സ്നേഹം മ്യൂസിയത്തിൽ വന്നപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ വളരെ പൊതുവായൊരു ഭാഷയെ പറഞ്ഞാൽ, പ്രേമം എന്ന് പറയുന്നതിനൊരു ബഹുസ്വരതയുണ്ട്. ഇറ്റ്സ് എ പ്ലൂറലിസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം അതിന് സംസ്കാരം അതിൽ പണിയെടുക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ടുള്ള മനോഭാവങ്ങൾ പണിയെടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള രാഷ്ട്രീയ ധാരണകൾ പണിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടി പണിയെടുത്തിട്ട് ഉണ്ടാവുന്നൊരു വികാരമാണ് സ്നേഹമെന്നും പ്രേമമെന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കലയുടെ ഒരു വ്യവഹാരം വളരെ സഹായിക്കും. അപ്പോൾ പിന്നെ പലപ്പോഴും ഈ തർക്കങ്ങളുടെയൊക്കെ പിന്നിൽ വളരെ എന്താ പറയുക, നശീകരണോന്മുഖമായിട്ടുള്ളൊരു ലോകത്ത് വളരെ സർഗോന്മുഖമായിട്ടുള്ള നിർമ്മാണോന്മുഖമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ജനങ്ങളിൽ ഉണ്ടാവണം. ആ ആറ്റിറ്റ്യൂഡിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത് എന്നൊക്കെ ഈ വർക്കുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും. സത്യത്തിൽ ഡോക്ടർ ഉണ്ണിക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ഈ സമൂഹം കൊടുക്കണം എന്ന് ഞാൻ പറയും. കാരണം ചരിത്രം ഒരു പ്രത്യേക തരത്തിലൊരു ആക്ടിവിസമാണ്. ചരിത്രത്തിൻ്റെ ഒരു പ്രാക്ടീസാണ് മ്യൂസിയം. ആ മ്യൂസിയം ഒരു സവിശേഷതയാർന്നൊരു പ്രാക്ടീസാണ്. അപ്പോൾ ഇതിലൊക്കെ പണിയെടുക്കുന്ന മനുഷ്യരാണ് ഒരു പക്ഷേ ഇവിടെ നമ്മൾ എത്ര കല ചെയ്താലും അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം മനുഷ്യർക്കെല്ലാം സപ്പോർട്ടും ഉണ്ടാവട്ടെ, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഇതിന് ചുറ്റും ഉണ്ടാവട്ടെ, കലയുടെ ഒരു കമ്മ്യൂണിറ്റി ഇതിന് ചുറ്റും പ്രവർത്തിച്ച് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് ഡോക്ടർ കവിത ബാലകൃഷ്ണൻ. തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ കലാചരിത്ര അധ്യാപികയാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ കലാചരിത്ര ഗവേഷണമാണ്. അടിസ്ഥാനപരമായിട്ട് ചിത്രവും വരയ്ക്കും.